So once again, welcome back to virtual teaching. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോം സെമസ്റ്റർ 1-ലെ അക്കൗണ്ടൻസിയിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് ആദ്യം തന്നെ തിയറീസ് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് പേജിലുള്ളതാണ് എന്താണ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്കതെന്താ നോക്കാം. Accounting is the art of recording, classifying and summarizing in a significant manner and in terms of money, transaction and event which are in part at least of a financial character and interpreting the result thereof. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. അവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, സമ്മറൈസ് ചെയ്യുന്നുണ്ട് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ. ഒരു സിഗ്നിഫിക്കൻറ്റ് മാനറിലും അതേപോലെ തന്നെ ഈ പറയുന്ന എല്ലാ കാര്യം ചെയ്യുന്നത് എന്താണ്? ഇൻ ടേം ഓഫ് മണി, ട്രാൻസാക്ഷൻ ആൻഡ് ഈവൻ വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. ഉറപ്പായിട്ട് അതിൽ ഒരു ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം. അതേപോലെ നമുക്ക് അതിൽ നിന്ന് റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഇതാണ് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ്. ഇത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുണ്ട് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. Financial accounting may be defined as the science and art of recording and classifying business transaction and preparing summaries of the same for determining the year-end profit or loss and the financial position of the concern. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? സയൻസ് ആൻഡ് ആർട്ട് ഓഫ് റെക്കോർഡിങ്. ബിസിനസ് ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുന്നതിന് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്തിട്ട് അതിൽ നിന്ന് സമ്മറീസ് പ്രിപ്പയർ ചെയ്ത് എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നു? ആ ഒരു ബിസിനസ് കൺസേണിൻ്റെ ഒരു വർഷത്തെ P&L അതേപോലെ തന്നെ ആ ഒരു ബിസിനസ് കൺസേണിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനും ഡിറ്റർമൈൻ ചെയ്യുന്നു. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ നെക്സ്റ്റ് ടോപ്പിക്കാണ് എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ ആണ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ. സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായിട്ട് ബിസിനസ് ട്രാൻസാക്ഷൻസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ എന്താണ്? ആ ഒരു ബിസിനസ്സിന് എന്തോരം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്തോരം ലോസ് വരുന്നുണ്ട് അത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തത് നമ്മുടെ ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്. ഇപ്പോൾ ബിസിനസ് എന്താണ് വളരെ പ്രോഫിറ്റബിൾ ആയിട്ടാണോ പോണേ അല്ലെങ്കിൽ നഷ്ടത്തിലാണോ ഓടുന്നത്, അങ്ങനെ ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് ബിസിനസ്സിൻ്റെ അറിയാൻ സാധിക്കും. അതേപോലെ തന്നെ ഇങ്ങനെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ എന്ത് ഹെൽപ്പ് ചെയ്യും? നമ്മുടെ മാനേജ്മെൻറ്റിന് നല്ല എഫക്റ്റീവായിട്ടുള്ള ഡിസിഷൻ മേക്ക് ചെയ്യാനും ക്യാഷൊക്കെ മാനേജ് ചെയ്യാൻ എല്ലാത്തിനും ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനും ഫോർകാസ്റ്റ് ചെയ്യാനും ഫ്യൂച്ചർ ഫോർകാസ്റ്റിനും എല്ലാത്തിനും വേണ്ടി ഈ പറയുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്താണ് അസസിങ് ദ പ്രോഗ്രസ് ഓഫ് ദി ബിസിനസ്. കൃത്യമായിട്ട് ബിസിനസ്സിൻ്റെ വളർച്ച എന്തോരുണ്ട്, അതിൻ്റെ പ്രോഗ്രസ് എങ്ങനെയൊക്കെയാണ് കൃത്യമായിട്ട് നമുക്ക് അസസ് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? മെയിനായിട്ട് ഇത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ലേ. നമുക്ക് ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ആണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ദ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്. ബിസിനസിൻ്റെ ഏർണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഒന്നാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത്. റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻക്യൂർഡ് ടു മെയിൻറ്റെയിൻ ദ ഏർണിംഗ് കപ്പാസിറ്റി. ഇപ്പോഴത്തെ ഏർണിംഗ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന വരുന്ന എക്സ്പെൻഡിച്ചറാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ഇൻക്യൂർഡ് ടു അക്യൂർ ഫിക്സഡ് അസറ്റ് ഫോർ ലോങ് ടേം യൂസ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്തിനാണ് വരുന്നത്? നമുക്ക് ഫിക്സഡ് അസറ്റ്, കമ്പനിക്ക് വേണ്ടിയുള്ള ഫിക്സഡ് അസറ്റ് മേടിക്കാനും അതും ലോങ് ടേം യൂസ് ചെയ്യാൻ വേണ്ടിയാണ് മെയിനായിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുത്തുന്നത്. എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്? ഇറ്റ് ഈസ് ഇൻക്യൂർഡ് ഓൺ ഡേ ടു ഡേ ഓപ്പറേഷൻ ഓഫ് ബിസിനസ്. ബിസിനസിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ക്യാരി ഓൺ ചെയ്യാൻ വേണ്ടി വരുന്ന എക്സ്പെൻഡിച്ചറാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇറ്റ് ഈസ് നോൺ റെക്കറിംഗ് ഇൻ നേച്ചർ. ഇത് എപ്പോഴും വരുന്നില്ല, നോൺ റെക്കറിംഗ് ആണ്. എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്? റെക്കറിംഗ് ഇൻ നേച്ചറാണ്, എപ്പോഴും അത് വന്നുകൊണ്ടേയിരിക്കും. ഇറ്റ്സ് ബെനിഫിറ്റ് എക്സ്റ്റെൻഡ് ടു മോർ ദാൻ 1 അക്കൗണ്ടിങ് ഇയർ. ഒരു വർഷം മാത്രമല്ല, അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് കുറേ നാളത്തേക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു മെഷീൻ മേടിച്ച് കഴിഞ്ഞാൽ, ആ ഒരു കമ്പനിയിലേക്ക് മെഷീനറി മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ വർഷം എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് ഇറ്റ് ബെനിഫിറ്റ് നോർമലി എൻ ടു 1 അക്കൗണ്ടിങ് ഇയർ. പക്ഷേ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്? അവിടെ ഒരു വർഷത്തേക്ക് മാത്രമേ ഒക്കെ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇറ്റ് ഈസ് റെക്കോർഡഡ് ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. എപ്പോഴും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ അസറ്റ് സൈഡിലാണ്, എപ്പോഴും നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് കാണിക്കാറുള്ളത്. എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചറോ ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട്. എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എപ്പോഴും ട്രേഡിംഗ് P&L അക്കൗണ്ടിലാണ് എപ്പോഴും നമ്മൾ കാണിക്കാറുള്ളത്. ഓക്കെ, ഈ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഇൻ നേച്ചർ ബട്ട് ഇറ്റ് ഈസ് റിട്ടേൺ ഓഫ് ഓർ ചാർജ് ഇൻ മോർ ദാൻ 1 അക്കൗണ്ടിങ് ഇയർ. ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ തന്നെയാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കൊല്ലത്തേക്ക് മാത്രമല്ല, അത് 1, 2 അതിൽ കൂടുതൽ വർഷങ്ങൾ നമ്മളത് കാണിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹെവി അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, അഡ്വർടൈസ്മെൻറ്റിൽ നിന്ന് വരുന്ന എക്സ്പെൻഡിച്ചർ
ശരിക്കും അഡ്വർടൈസ്മെൻറ്റിൽ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ കരുതാൽ പോലും അഡ്വർടൈസ്മെൻറ്റിൻ്റെ ആ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ യൂസ് എന്നത് ഒരു കൊല്ലം മാത്രമല്ല. ആ പരസ്യം കണ്ട് 1 കൊല്ലോ 2 കൊല്ലോ 3 കൊല്ലോ നമ്മുടെ ഫേമിലേക്ക് ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചറൊക്കെയാണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ എന്താണത്? It is a revenue expenditure in nature, but it is written off or charged more than one accounting year. ഒരു അക്കൗണ്ടിങ് ഇയറില്ല, ഒന്നിൽ കൂടുതൽ അക്കൗണ്ടിങ് ഇയറിൽ നമ്മളത് ചാർജ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? ഈ നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആൻഡ് വാട്ട് ആർ ദെയർ ഫീച്ചേഴ്സ്. അപ്പോൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്താണ്? അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആർ എ യൂണിഫോം സെറ്റ് ഓഫ് റൂൾസ് ഓർ ഗൈഡ് ലൈൻസ്. എന്താണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്? ഒരു യൂണിഫോം സെറ്റ് ഓഫ് റൂൾസും ഗൈഡ് ലൈൻസിൻ്റെ ഒരു യൂണിഫോം സെറ്റിന് നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. വിച്ച് ഡെവലപ്പ് ടു എൻഷ്യൂർ യൂണിഫോമിറ്റി ആൻഡ് ഈസി അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനും അതിന് യൂണിഫോമിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി എന്തെല്ലാമാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഒന്നാമത്തെയാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എല്ലാം എന്താണ്? മാൻ മെയ്ഡ് ആണ്, നമ്മൾ ഉണ്ടാക്കിയതാണ് ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അതേപോലെ തന്നെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എപ്പോഴും ഫ്ലെക്സിബിൾ ആണ്, ഒരിക്കലും റിജിഡ്, ഇതിലും ചേഞ്ചസ് വരുത്താൻ പറ്റില്ല അങ്ങനെ ഒന്നുമില്ല എന്നാണ്, വളരെ ഫ്ലെക്സിബിൾ ആണത്. അതേപോലെ തന്നെ ജനറലി ആക്സെപ്റ്റഡ് ആണ്. എല്ലാ ടൈപ്പിലും എല്ലാ ടൈപ്പ് ഓഫ് ബിസിനസ്സിലായിക്കോട്ടെ ഏത് രാജ്യങ്ങളിലായിക്കോട്ടെ എന്താണ് ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ജനറലി ആക്സെപ്റ്റഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? മാൻ മെയ്ഡ് ആണ്, ഫ്ലെക്സിബിൾ ആണ്, അതേപോലെ തന്നെ ജനറലി ആക്സെപ്റ്റഡ് ആണ്. ഓക്കെ, ഇനി അടുത്താണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ ക്ലാസിഫിക്കേഷൻസ്. ഇത് മെയിനായിട്ട് നമ്മുടെ 50 മാർക്കിലൊരു തിയറി ക്വസ്റ്റ്യൻ വരാറുണ്ട്, അതായിട്ട് ഇത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് എന്താണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എഴുതി വയ്ക്കുക, അതിൻ്റെ ഈ പറഞ്ഞ 3 ഫീച്ചേഴ്സ് ചെയ്താൽ അത് കഴിഞ്ഞിട്ട് വേണം ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ രണ്ടായിട്ട് ആദ്യം ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അക്കൗണ്ടിങ് കൺസെപ്റ്റും ഉണ്ട്, അതേപോലെ തന്നെ അക്കൗണ്ടിങ് കൺവെൻഷൻസും ഉണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് കൺസെപ്റ്റ് വെച്ച് എന്താ നോക്കാം. അതിൽ മെയിനായിട്ട് 10 വരുന്നത്. ഒന്നാമത്തെയാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്, മാച്ചിങ് കൺസെപ്റ്റ്, കോഴ്സ് കൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്, റിയലൈസേഷൻ കൺസെപ്റ്റ്, ഒബ്ജക്റ്റീവ് എവിഡൻസ് കൺസെപ്റ്റ് ആൻഡ് അക്രൂവൽ കൺസെപ്റ്റ്. ഇനി അക്കൗണ്ടിങ് കൺവെൻഷൻസ് എടുക്കുകയാണെങ്കിൽ കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ, കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി, കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം, പിന്നെ എന്താണ് കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി. ഓക്കെ, ഒന്നാമത്തെയാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഓണറും ബിസിനസ്സും രണ്ട് എൻറ്റിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഓണർ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരികയാണെങ്കിൽ ബിസിനസ്സിനെ സംബന്ധിച്ചോളം ഓണർ എന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ ക്രെഡിറ്ററാണ്. അതേപോലെ തന്നെ ക്യാപിറ്റൽ എന്നത് ബിസിനസ്സിൻ്റെ ലയബിലിറ്റിയാണ്. കാരണം ബിസിനസ്സും ഓണറും സെപ്പറേറ്റ് ആണല്ലോ. അപ്പോൾ ഓണർ എന്തെങ്കിലും കാശ് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബിസിനസ് ഉത്തരവാദിത്വം എന്താണ്? അത് തിരിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഓണറിനെ ഒരു ക്രെഡിറ്ററായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ആ ഒരു ക്യാപിറ്റൽ കൊണ്ടുവരാണെങ്കിൽ ക്യാപിറ്റൽ എന്താണ്? ബിസിനസ്സിൻ്റെ ലയബിലിറ്റിയാണ്. സോ ആ ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് അനുസരിച്ചാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാൻ ജേർണൽ എൻട്രീസ് പാസ് ചെയ്യാൻ വേണ്ടി. അതാണ് ഫസ്റ്റ് കൺസെപ്റ്റ്, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഇനി രണ്ടാമത്തെയാണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് വെച്ച് എന്താണ്? നമ്മുടെ ബിസിനസ്സിലുള്ള മോണിറ്ററി ട്രാൻസാക്ഷൻസ് മാത്രം അല്ലെങ്കിൽ മണി റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് മണി വരാത്ത ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യില്ല? റെക്കോർഡ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ സെയിൽ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് അസറ്റ്, പിന്നെന്താണ് റെസിപ്റ്റ് ഓഫ് ഇൻകം, പേയ്മെൻറ്റ് ഓഫ് സാലറി, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാത്തിലും എന്ത് വരുന്നുണ്ട്? മണി മെഷർമെൻറ്റ് അല്ലെങ്കിൽ മണി കൺസെപ്റ്റ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ വേറെ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ് സ്ട്രൈക്ക് നടന്നു, അല്ലെങ്കിൽ മാനേജേഴ്സ് തമ്മിലുള്ള ഡിസ്പ്യൂട്ട്, പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല? റെക്കോർഡ് ചെയ്യില്ല. ഉള്ളി മണി റിലേറ്റഡ് വരുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ മണി മെഷർമെൻറ്റ് കൺസെപ്റ്റിൽ റെക്കോർഡ് ചെയ്യുകയുള്ളൂ. മൂന്നാമത്തെയാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് അനുസരിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ അത് എൻഡ് ചെയ്യാൻ വേണ്ടി അവർ ഉദ്ദേശിക്കുന്നില്ല. ബിസിനസ്സിന് എപ്പോഴും ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ലൈഫ് ഉണ്ട് എന്ന് കരുതിയാണ് എപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക. ഇനി അടുത്തതാണ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. ഈ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് അനുസരിച്ച് ഏതൊരു ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ ആ ട്രാൻസാക്ഷനിൽ 2 ആസ്പെക്ട്സ് ഉണ്ടാവും. ഒന്നാമത്തത് ഡെബിറ്റ് ആസ്പെക്റ്റും രണ്ടാമത്തത് ക്രെഡിറ്റ് ആസ്പെക്റ്റും. ഓക്കെ, അടുത്തതാണ് ഇനി 5ാമത്തെ മാച്ചിങ് കൺസെപ്റ്റ്. മാച്ചിങ് കൺസെപ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ
ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ വരുന്ന എക്സ്പെൻസുകളും റവന്യൂകളും രണ്ടും ഈക്വൽ ആയിരിക്കണം, മാച്ചിങ് ആയിരിക്കണം. അതാണ് അഞ്ചാമത്തെ മാച്ചിങ് കൺസെപ്റ്റ്. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ്, expenditure incurred by the business should be matched with or should be equal with the revenue incurred by the business. റവന്യൂവും അതേപോലെ എക്സ്പെൻഡിച്ചറും ആ ബിസിനസ്സിൽ ഉണ്ടാകുന്ന രണ്ടും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഇനി ആറാമത്തെയാണ് കോസ്റ്റ് കൺസെപ്റ്റ്. കോസ്റ്റ് കൺസെപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ അസറ്റ് അല്ലെങ്കിൽ എന്ത് മേടിച്ചാലും അതിൻ്റെ പർച്ചേസിങ് പ്രൈസിലായിരിക്കണം അത് റെക്കോർഡ് ചെയ്യേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് മേടിച്ച് കഴിയുമ്പോൾ അതിൽ കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളേഷൻ അല്ലെങ്കിൽ വേറെ അത് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ആ ഒരു അസറ്റ് നമുക്ക് റെഡി ടു യൂസ് ആവുന്ന വരെ എന്തൊക്കെ കോസ്റ്റ് വരുന്നുണ്ടോ അതെല്ലാം ഇൻക്ലൂഡ് ആയിട്ട് വേണം നമ്മളെപ്പോഴും നമ്മുടെ ആ ഒരു എമൗണ്ട് നമ്മൾ അക്കൗണ്ടിങ് എഴുതുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കേണ്ടത്. സോ അതാണ് നമ്മുടെ ആറാമത്തെ കൺസെപ്റ്റ്, കോസ്റ്റ് കൺസെപ്റ്റ്. അപ്പോൾ എന്താണ് പർച്ചേസിങ് പ്രൈസ് എന്ന് വെച്ചാൽ അതിൽ എന്തൊക്കെ വരും, കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളേഷനും ക്യാരേജും അതേപോലെ തന്നെ ആ ഒരു അസറ്റ് നമുക്ക് എപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നോ ആ ടൈം വരെയുള്ള എല്ലാ കോസ്റ്റും കൂടി ഇൻക്ലൂഡ് ആയിട്ട് നമ്മളെപ്പോഴും ട്രാൻസാക്ഷനിൽ അതിൻ്റെ യഥാർത്ഥ വില കാണിക്കാൻ വേണ്ടി. അടുത്താണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു ഫേം എത്ര നാൾ കൂടുമ്പോഴാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ എപ്പോഴാണത് 1st ഏപ്രിൽ തൊട്ട് 31st മാർച്ച് വരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. അത്രയും നാൾ കൂടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത്. 1st ഏപ്രിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യും, 31st മാർച്ചിൽ ആ ഒരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതാണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി എട്ടാമത്തെയാണ് റിയലൈസേഷൻ കൺസെപ്റ്റ്. ഈ റിയലൈസേഷൻ കൺസെപ്റ്റ് എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ നമുക്ക് റവന്യൂ കയ്യിൽ കിട്ടുന്നു അപ്പോൾ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇപ്പോൾ എനിക്ക് നാളെ 2000 രൂപ ഇൻകം കിട്ടും, റവന്യൂ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടിക്കഴിഞ്ഞിട്ട് 2000 കയ്യിൽ വന്ന ഈ ക്യാഷ് ആയിട്ട് കയ്യിൽ വന്നാൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അതാണ് റിയലൈസേഷൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി 9ാമത്തെയാണ് ഒബ്ജക്റ്റീവ് എവിഡൻസ് കൺസെപ്റ്റ്. ഈ ഒബ്ജക്റ്റീവ് എവിഡൻസ് കൺസെപ്റ്റ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷൻസും കറക്റ്റ് ആയിരിക്കണം, അതിൽ മിസ്റ്റേക്സ് ഒന്നും വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷൻസും സത്യമാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം, അതിന് പ്രൂഫ് വേണം, അത് ട്രൂ ആണെന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള പ്രൂഫ് നമ്മൾ വയ്ക്കണം. ഫോർ എക്സാമ്പിൾ ബില്ലായിക്കോട്ടെ, ഇൻവോയ്സസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെയാണ് ഒബ്ജക്റ്റീവ് എവിഡൻസ് കൺസെപ്റ്റ്. ഓരോ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് ട്രൂത്ത്ഫുൾ ആണെന്ന് കാണിക്കാൻ വേണ്ടി അതിനുള്ള എവിഡൻസ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് കൂടി നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ കീപ്പ് ചെയ്ത് പോകണം. ഇനി ലാസ്റ്റ് ഒന്നാണ് അക്രൂവൽ കൺസെപ്റ്റ്. അക്രൂവൽ കൺസെപ്റ്റ് അനുസരിച്ച് ഇപ്പോൾ ഇവിടെ സെയിൽ നടത്തി കഴിഞ്ഞാൽ റവന്യൂ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അപ്പോൾ തന്നെ ആ സെയിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. അതാണ് അക്രൂവൽ കൺസെപ്റ്റ്. അപ്പോൾ അവിടെ ക്യാഷ് കിട്ടിയോ ഇല്ലയോ എന്നത് ഇമ്മെറ്റീരിയലാണ്. അക്രൂവൽ കൺസെപ്റ്റ് അനുസരിച്ച് എപ്പോഴാണോ നമുക്ക് അപ്പോൾ ഒരു സെയിൽ നടന്നാൽ ക്യാഷ് കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, സെയിൽ മെൻഷൻ ചെയ്തിരിക്കണം അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തിരിക്കണം. അതാണ് അക്രൂവൽ കൺസെപ്റ്റ്. അടുത്താണ് ഇനി അക്കൗണ്ടിങ് കൺവെൻഷൻസ്. അപ്പോൾ അക്കൗണ്ടിങ് കൺവെൻഷനിൽ ഫസ്റ്റ് വൺ ആണ് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി. അത് നോക്കാം. The accounting principle and method should be remain consistent from one year to another. നമുക്ക് എപ്പോഴും എല്ലാ വർഷവും നമുക്ക് നമ്മുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് മെത്തേഡ് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഒരു ഇയറിന് അടുത്ത ഇയറിലേക്ക് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സെയിം മെത്തേഡ് അല്ലെങ്കിൽ സെയിം പ്രിൻസിപ്പിൾസിലായിരിക്കണം അത് മുന്നോട്ട് പോകേണ്ടത്. എന്നാൽ മാത്രമേ എളുപ്പത്തിൽ കമ്പയർ ചെയ്യാനും അത് പെട്ടെന്ന് ഡിസിഷൻസ് മേക്ക് ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. അത് ഒന്നാമത്തെ കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി. ഇനി അടുത്താണ് കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ. ദർ ഷുഡ് ബി റിപ്പോർട്ടിംഗ് ഓഫ് ഓൾ ദ സിഗ്നിഫിക്കൻറ്റ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ഫിനാൻഷ്യൽ അഫെയർ ഓഫ് ദ ബിസിനസ് ആൻഡ് ഷുഡ് ബി കംപ്ലീറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ. നമ്മുടെ ബിസിനസ് റിലേറ്റഡുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സിഗ്നിഫിക്കൻറ്റ് ഇൻഫർമേഷൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ റിപ്പോർട്ട് തന്നെ പ്രിപ്പയർ വെച്ചിരിക്കണം. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ അഫെയർസ് റിലേറ്റഡുള്ള റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ അത് നോക്കുന്നവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യണം, അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്താണ് കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം. എന്നുവെച്ചാൽ എന്താണ്, നമുക്കൊരിക്കലും ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് റെക്കോർഡ് ചെയ്യാൻ പാടില്ല. നമുക്ക് 2 ആഴ്ച കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യാൻ പാടില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വരാൻ ചാൻസ് ഉള്ള എല്ലാ പോസിബിൾ ലോസസ് നമുക്ക് റെക്കോർഡ് ചെയ്യാം. 2 ആഴ്ച കഴിഞ്ഞാൽ എനിക്ക് ഈ ലോസ് വരും തോന്നിക്കഴിഞ്ഞാൽ ആ ലോസ് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ ഡു നോട്ട് ആൻറ്റിസിപ്പേറ്റ് പ്രോഫിറ്റ് ബട്ട് പ്രൊവൈഡ് ഫോർ ഓൾ പോസിബിൾ ലോസസ്. ഓക്കെ, അതാണ് കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം. അടുത്ത 4ാമത്തെയാണ് ഇനി കൺവെൻഷൻ ഓഫ് മെറ്റീരിയലിറ്റി. എന്താണ്, അവിടെ നമ്മുടെ ഒരു യൂസറിന് ആവശ്യമല്ലാത്ത ഇൻഫോർമേഷൻസ് അദ്ദേഹത്തിലേക്ക് ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ആ ഒരു യൂസറിന് ഇൻസിഗ്നിഫിക്കൻറ്റോ അല്ലെങ്കിൽ ഇറലവൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒന്നും ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ
എല്ലാം റിലവൻറ്റ് മെറ്റീരിയൽ ഫാക്ട്സ് നമ്മൾ കൃത്യമായിട്ട് തന്നെ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അതാണ് 4ാമത്തെ കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി. ഓക്കെ, ഇനി സെക്കൻഡ് യൂണിറ്റ് ആണ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡർ. അപ്പോൾ ഈ ഒരു സെക്കൻഡ് യൂണിറ്റിൽ മൊഡ്യൂൾ 1ൽ സെക്കൻഡ് യൂണിറ്റ് എന്നത് പ്രോബ്ലം പേപ്പറാണ്. ഇതിന്ന് മെയിനായിട്ട് 50 മാർക്ക് ക്വസ്റ്റ്യൻസ് എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും പഠിക്കേണ്ട ഒരു മൊഡ്യൂൾ തന്നെ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് തന്നെയാണിത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ആ ഒരു ഫോർമാറ്റൊക്കെ നോക്കാം. അപ്പോൾ ഒരു സോൾ ട്രേഡറിൻ്റെ ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് മെയിനായിട്ട് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ടും, രണ്ടാമത്തത് ബാലൻസ് ഷീറ്റും. വളരെ സിമ്പിളാണിത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നോക്കാം. അപ്പോൾ നമുക്ക് തന്നെ ട്രേഡിംഗ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ട്രേഡിംഗ് അക്കൗണ്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഒരു കമ്പനിയായിട്ട് റിലേറ്റഡ് ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകളും ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകങ്ങളും അങ്ങനത്തെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതാണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫാക്ടറിയെ ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫാക്ടറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വരേണ്ട ആവശ്യമുള്ളൂ. ഈ ഫോർ എക്സാമ്പിൾ റോ മെറ്റീരിയൽസിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക്, റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു, വേജസ് പേ ചെയ്തു, ക്യാരേജ് ഇൻവേർഡ്, ഫ്രൈറ്റ്, മാനുഫാക്ചറിങ്, അങ്ങനെ നമ്മുടെ ബിസിനസ്സിലേക്ക് ഡയറക്റ്റായിട്ട് വരുന്ന എക്സ്പെൻസുകൾ അല്ലെങ്കിൽ ഇൻകം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ P&L അക്കൗണ്ട് എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും അതിൻ്റെ ഇൻകങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒന്നാണ് P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇതെല്ലാം മിക്ക ക്വസ്റ്റ്യൻസിലും വരുന്ന ഐറ്റം തന്നെയാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ആദ്യം മെൻഷൻ ചെയ്യണം. ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുക. അത് കഴിഞ്ഞാൽ പർച്ചേസ് ഉണ്ടാവും. ക്വസ്റ്റ്യൻ നോക്കുക, പർച്ചേസിൻ്റെ ഒപ്പം തന്നെ പർച്ചേസ് റിട്ടേൺ ഉണ്ടോ നോക്കുക. പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസ് എന്നത് ലെസ് ചെയ്ത് കാണിക്കാം. പിന്നെ അടുത്ത് എന്താണ്? വേജസ്. വേജസ് ഉണ്ട്, സാലറി ഉണ്ട്. എന്താണ് വേജസ്? നമ്മൾ ഡെയിലി കൊടുക്കുന്ന കൂലി, അതാണ് വേജസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സാലറി എന്താണ്? മന്ത്ലി കൊടുക്കുന്നതാണ്. എപ്പോഴും ഇങ്ങനത്തെ ഫാക്ടറി റിലേറ്റഡ് എന്ന് പറയുമ്പോൾ ചുമട്ടുതൊഴിലിക്കാരെ കൂളുണ്ടാവുക, അവർ ഡയറക്റ്റേ വരുന്നതാണ്. ഈ പറഞ്ഞ ഗുഡ്സ് ഒക്കെ ഇറക്കുക അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ വേജസ് എപ്പോഴും ട്രേഡിംഗ് അക്കൗണ്ടിലേക്കും വരാം. എന്നാൽ P&L അക്കൗണ്ടിലേക്ക് നമ്മുടെ സാലറി വരാം. സാലറി ആർക്ക് കൊടുക്കുന്നത്? നമ്മളെ എംപ്ലോയീസിനേക്കും സാലറി കൊടുക്കുക, അവർക്ക് മന്ത്ലിയായിരിക്കും കൊടുക്കുക. അതാണ് സാലറി. ആ സാലറിയും വേജസ് തമ്മിലുള്ള വ്യത്യാസം. വേജസ് കൊടുക്കുക. അതിന് ക്യാരേജ് ഇൻവേർഡ് ഉണ്ട്, ക്യാരേജ് ഔട്ട്വേർഡ് ഉണ്ട്. ക്യാരേജ് ഇൻവേർഡ് ആണെങ്കിൽ നമ്മൾ കാണിക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലും, ക്യാരേജ് ഔട്ട്വേർഡ് ആണെങ്കിൽ നമ്മൾ കാണിക്കേണ്ടത് P&L അക്കൗണ്ടിലുമാണ്. പിന്നെന്താണ്? ഫ്രൈറ്റ് ചാർജസ്. ഇതെല്ലാം എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. മാനുഫാക്ചറിങ് എക്സ്പെൻസും ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഫ്യൂവൽ ആൻഡ് പവർ, റോയാലിറ്റി, ഇത്രയും കാര്യങ്ങളൊക്കെ എന്താണ്? ഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസുകളാണ്. പിന്നെ എന്തുണ്ടാവും? അവിടെ സെയിൽ ഉണ്ടാവും. സെയിൽ തന്നെ ചിലപ്പോൾ ചില സാധനങ്ങൾ റിട്ടേൺ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം? സെയിൽ നിന്ന് സെയിൽസ് റിട്ടേൺ ലെസ് ചെയ്ത് കാണിക്കുക. അതേപോലെ തന്നെ ആ ഒരു ബിസിനസ് ആ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് അവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് വരും, ആ ക്ലോസിംഗ് സ്റ്റോക്കും കാണിക്കാം. എന്നിട്ട് ഈ 2 സൈഡും കൂടി നമ്മൾ ടാലി ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു ഡിഫറൻസ് വരും. ആ ഡിഫറൻസ് ഈ സൈഡിലാണ് വരുന്നെങ്കിൽ നമ്മളതിനെ ഗ്രോസ് പ്രോഫിറ്റ് എന്നും, ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത് നമ്മളതിനെ ഗ്രോസ് ലോസ് എന്നുമാണ് പറയണത്. ഓക്കെ, അടുത്താണ് ഇനി P&L അക്കൗണ്ട്. P&L അക്കൗണ്ടിൽ വരുന്നതെല്ലാം എന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകളും ഇൻകവുമാണ്. അതിലൊന്നാമത്തെയാണ് സാലറി, പിന്നെ റെൻ്റ് ആൻഡ് റെയിൻസ്, ഇൻഷുറൻസ്, പോസ്റ്റേജ്, പ്രിൻറ്റിങ് സ്റ്റേഷനറി, ഇതൊക്കെ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളാണ്. പിന്നെ എന്താണ്? ട്രേഡ് എക്സ്പെൻസ്, ക്യാരേജ് ഔട്ട്വേർഡ്. ക്യാരേജ് ഇൻവേർഡ് നമ്മൾ ട്രേഡിങ്ങിലും, ക്യാരേജ് ഔട്ട്വേർഡ് നമ്മൾ എവിടെ എഴുതും? P&L അക്കൗണ്ടിൽ എഴുതുന്നത്. പിന്നെ ഡിസ്കൗണ്ട്, അലൗഡ്, ഡിപ്രീസിയേഷൻ എപ്പോഴും നമ്മൾ P&L അക്കൗണ്ടിൽ കാണിക്കും. ബാഡപ്സ് കാണിക്കും. അഡ്വർടൈസ്മെൻറ്റ്, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഡിപ്രീസിയേഷൻ, ബാഡപ്സ്, അഡ്വർടൈസ്മെൻറ്റ്. പിന്നെന്താണ്? ഇൻട്രസ്റ്റ്, പിന്നെന്താണ്? ബാങ്ക് ചാർജസ്, പാക്കിംഗ് എക്സ്പെൻസുകൾ, ഓഡിറ്റ് ഫീസ്, കമ്മീഷൻ, റിപ്പയർ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ P&L അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ്. ഇനി ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് എന്തൊക്കെയാണ്? നമുക്ക് വന്ന ഇൻകമുകൾ, നമ്മൾ ഇങ്ങോട്ട് റിസീവ് ചെയ്ത കാര്യങ്ങൾ, ഡിസ്കൗണ്ട് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ്, റെൻറ്റ് ഫ്രം ടെനൻറ്റ്, ബാഡപ്പ് റിക്കവർഡ്. ബാഡപ്സ് ഇവിടെ ഇതും, ഇനി റിക്കവർ ചെയ്ത ബാഡപ്സ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ഇതും. പിന്നെ എന്താണ്? മിസ്ലീനിയസ് റെസിപ്റ്റ്. ഇതൊന്നും അല്ലാണ്ട് വേറെ എന്തെങ്കിലും നമുക്ക് അല്ലറ ചില്ലറ റെസിപ്റ്റിന് അതും കൂടി നമ്മളിവിടെ കാണിക്കും. പിന്നെ പ്രത്യേകിച്ച് എന്താണ്? ഈ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എപ്പോഴും തന്നെ നമ്മൾ എന്ത് ചെയ്യും? P&L അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ക്യാരി ഫോർവേഡ് ചെയ്ത് നമ്മൾ ബ്രോഡ് ഓൺ ചെയ്യും. ബ്രോഡ് ഓൺ ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ബ്രോഡ് ഓൺ ചെയ്യേണ്ടത്. ഇപ്പോൾ ലോസ് ആണെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് ബ്രോഡ് ഓൺ ചെയ്യും. ഇവിടെ പ്രോഫിറ്റ് ആണ് നമ്മളതിനെ ക്രെഡിറ്റ് സൈഡിലേക്കാണ് ബ്രോഡ് ഓൺ ചെയ്യണത്. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും കൂടിയും
ടാലിയൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ഡിഫറൻസ് വരും. ബാലൻസ് എന്താണ്? ബാലൻസ് എന്ന എമൗണ്ട് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയും. ഈ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്തിരിക്കണം? ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ. നെക്സ്റ്റ് ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ബാലൻസ് ഷീറ്റിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ ലയബിലിറ്റീസും അതേപോലെ തന്നെ അസറ്റുമാണ്. അപ്പോൾ ലയബിലിറ്റീസ് നമുക്ക് രണ്ട് ഡിവൈഡ് ചെയ്യാം. കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്, ഫിക്സഡ് ലയബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ തന്നെ ഫിക്സഡ് ലയബിലിറ്റീസ് ആണ് ആദ്യം എഴുതേണ്ടത്. അതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഫിക്സഡ് ലയബിലിറ്റീസിൽ വരുമ്പോൾ നമ്മൾ ആദ്യം കാണിക്കേണ്ടത് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ആ ക്യാപിറ്റലിൻ്റെ ഒപ്പം നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യുക, നെറ്റ് ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ എഴുതുക, ക്യാപിറ്റലിൻ്റെ ഒപ്പം ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ആണ്, നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഡ്രോയിങ്സ് ലെസ് ചെയ്യണം. എന്താ ഡ്രോയിങ്സ്? ഇപ്പോൾ ആ ബിസിനസ്സിൻ്റെ പ്രൊപ്പറേറ്റർ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഓണർ ആ ഒരു പേഴ്സണൽ യൂസിന് വേണ്ടി എന്തെങ്കിലും ക്യാഷോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോക്ക് ആയിട്ടോ നമ്മൾ വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ബിസിനസ് ആവശ്യങ്ങൾക്കല്ലാണ്ട് പേഴ്സണൽ യൂസിന് വേണ്ടി പ്രൊപ്പറേറ്റർ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ക്യാപിറ്റലിനൊപ്പം നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് ആ എമൗണ്ടിൽ നിന്ന് നമ്മൾ ഡ്രോയിങ്സ് ലെസ് ചെയ്യണം. ആ എമൗണ്ടായി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മെയിൻ എമൗണ്ട് കോളത്തിലേക്ക് എടുത്തെഴുതേണ്ടത്. പിന്നെ വരുന്നതാണ് റിസർവ് ഫണ്ട്. നമ്മൾ ബിസിനസ് റിസർവ് ഫണ്ട് ഉണ്ടാവും, ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ടാവും, അത് കാണിക്കുക. ഇപ്പോൾ ഇതൊക്കെയാണ് ഫിക്സഡ് ലയബിലിറ്റിയിൽ മെയിൻ വരുന്നത്. ഇനി കറണ്ട് ലയബിലിറ്റി ആണ് സൺട്രി ക്രെഡിറ്റേഴ്സ്, നമ്മൾ കാശ് കൊടുക്കാനുള്ള ആൾക്കാരുകൾ. സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, നമ്മൾ ഓടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ, നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ, സാലറി ഔട്ട്സ്റ്റാൻഡിങ്, അങ്ങനെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് വരും, റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഒക്കെ വരും. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ കാണിക്കാം. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, നമുക്ക് മുൻകൂട്ടി നമുക്ക് ആ ഇൻകം ഏൺ ചെയ്യണ മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഇൻകം നമ്മൾ ആ ജോലി വർക്ക് ചെയ്യണ മുമ്പ് നമുക്ക് ആ ഇൻകം ഏൺ ചെയ്യണമെങ്കിൽ അതാണ് ഇൻകം ഏൺഡ് ഇൻ റിസീവ്ഡ് അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ ലയബിലിറ്റി ആയിട്ട് കാണിക്കാം. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ലയബിലിറ്റി സൈഡ് കാണിക്കുക. ഇനി അസറ്റ് സൈഡിൽ എന്തൊക്കെയാണ്? ക്യാഷ് ഇൻ ഹാൻഡ്, നമ്മുടെ കയ്യിലുള്ള കാശ്, ബാങ്കിലുള്ള കാശ്, ബിൽ റിസീവബിൾ, നമുക്ക് കാശ് തരാനുള്ള ആൾക്കാർ, സൺട്രി ഡെറ്റേഴ്സ്, പിന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉറപ്പായിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് കാണിച്ചിരിക്കാം. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ, നമ്മൾ മുൻകൂട്ടി നേരത്തെ അടച്ച് തീർത്ത എക്സ്പെൻസ്, ഇപ്പോൾ അടുത്ത മാസത്തെ എക്സ്പെൻസ് നമ്മൾ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണത്? അത് നമുക്ക് പ്രീപെയ്ഡ് എക്സ്പെൻസ്, അത് അസറ്റാണ്. അക്വേർഡ് ഇൻകം, പിന്നെന്താണ്? ഫിക്സ്ഡ് അസറ്റ് വരുന്നതാണ്. ഫർണിച്ചർ വരും, പിന്നെ ലോസ് ടൂൾസ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പേറ്റൻറ്റ്, ഗുഡ് വിൽ എല്ലാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിലുള്ളത്. നമുക്ക് ഇനി ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സും വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം തന്നെയാണ്. From the following trial balance of Lamsey Cosmetics, prepare final accounts for the year ended 31/12/2017. നമുക്ക് തന്നിട്ടുള്ളത് ട്രയൽ ബാലൻസ് ആണ്. ട്രയൽ ബാലൻസിൽ ഐറ്റംസ് എന്തൊക്കെ നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, ബിൽഡിംഗ് തന്നിട്ടുണ്ട്, മെഷീനറി, പർച്ചേസ്, സാലറി, ഡെറ്റേഴ്സ്, മാനുഫാക്ചറിങ് എക്സ്പെൻസസ്, ക്യാരേജ്, ഫാക്ടറി എക്സ്പെൻസസ്, ബാഡ് ഡെറ്റ്സ്, ഇൻഷുറൻസ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാപിറ്റൽ, ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്, സെയിൽസ്, ബാഡ് റിക്കവേർഡ്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് എന്ത് ട്രയൽ ബാലൻസ് എന്നുണ്ട്. ഇനി നമുക്ക് ട്രയൽ ബാലൻസ് അല്ലാണ്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ് 6 പോയിന്റ്സ് എന്നുണ്ട്. അതെന്തൊക്കെ നോക്കാം. ഒന്നാമത്തെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് 69,000. അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളും മിനിമം നമ്മൾ രണ്ട് അക്കൗണ്ട്സിലും കാണിച്ചിരിക്കണം. ഒന്നില്ലെങ്കിൽ ട്രേഡിങ്ങിലും P&L അക്കൗണ്ടിങ് കാണിക്കാം, അല്ലെങ്കിൽ ട്രേഡിങ്ങിലും ബാലൻസ് ഷീറ്റിൽ, അല്ലെങ്കിൽ P&L അക്കൗണ്ട് ബാലൻസ് ഷീറ്റ്, എവിടെയാണോ അത് സ്യൂട്ട് ആവുന്നത് അവിടെ നമ്മൾ 2 സ്ഥലത്തും കൃത്യം കാണിച്ചിരിക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ കാണിക്കണം? നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കണം, അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിലും ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കണം. ഓക്കെ, അങ്ങനെ. അടുത്തെന്താണ്? ഇൻഷുറൻസ് അൺഎക്സ്പയർഡ്. ഇൻഷുറൻസ് എന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് എന്ന് കാണിക്കുന്നത് എവിടേക്കാണ്? നമുക്ക് P&L അക്കൗണ്ടിലും കാണിക്കണം, അതേപോലെ നമ്മൾ ഇവിടെ കാണിക്കണം, ബാലൻസ് ഷീറ്റിലും കാണിക്കണം. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്, ഓവർ ഡ്രാഫ്റ്റ് എന്നതും അതും P&L അക്കൗണ്ടിലും കാണിക്കണം, അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിലും കാണിക്കുക. അങ്ങനെ മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഐറ്റമാണ്, ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് 69,000. ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ 69,000 ആണ്. അടുത്ത ഇൻഷുറൻസ് അൺഎക്സ്പയർഡ്. അൺഎക്സ്പയർഡ് ഇൻഷുറൻസ് വെച്ച് എന്താ അർത്ഥം? പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഷുറൻസിൻ്റെ എമൗണ്ട് ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. ആ ഇൻഷുറൻസ് നമ്മൾ എന്ത് കുറയ്ക്കണം? പ്രീപെയ്ഡ് ഇൻഷുറൻസ് നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ അൺഎക്സ്പയർഡ് ഇൻഷുറൻസ് നമ്മൾ ലെസ് ചെയ്തിരിക്കണം. അടുത്താണ് ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ഡ്യൂ ഈസ് 1,250. നമുക്കിവിടെ ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്. നമ്മളപ്പോൾ ഇൻട്രസ്റ്റ് ഓവർ ഡ്രാഫ്റ്റിൽ ഇൻട്രസ്റ്റ് എന്നത് നമ്മൾ P&L അക്കൗണ്ടിൽ കാണിച്ചിരിക്കണം. ഓക്കെ, അടുത്തതാണ്
പ്രൊവൈഡ് ഫോർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതേപോലെ തന്നെ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ട് അതിൽ P&L അക്കൗണ്ടിൽ ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കണം. 5% തന്നിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റലിൻ്റെ 5% ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് ഓഫ് ഫർദർ ബാഡപ്സ്, നമുക്കിവിടെ ബാഡപ്സ് തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ. അതിൻ്റെ ഒപ്പം തന്നെ ഫർദർ ബാഡപ്സും കൂടിയും റൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് 1000. ഓൾസോ ക്രിയേറ്റ് എ പ്രൊവിഷൻ ഓഫ് 5% ഓൺ ഡെറ്റേഴ്സ് ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്. അതേപോലെ തന്നെ ഡൗട്ട്ഫുൾ ഡെറ്റ്സിൻ്റെ ഇതിൽ സൺഡ്രി ഡെറ്റേഴ്സിൽ 5% പ്രൊവിഷൻസ് കൂടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്യേണ്ട അക്കൗണ്ടാണ് ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട്. ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് വരച്ച് വയ്ക്കുക. പർട്ടിക്കുലർ എമൗണ്ട് ഇതാണ് നമ്മുടെ ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് എന്താണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഡയറക്റ്റായി വരുന്ന എക്സ്പെൻസുകളും ഇൻകം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ നോക്കുക. ഫസ്റ്റ് ആയിട്ട് എന്താണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെ കാണിക്കേണ്ടത്, നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിക്കുക. എത്ര എമൗണ്ട്, 52,500. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ചെയ്താൽ 52,500 കാണിക്കാം. അടുത്തെന്താണ്, പിന്നെ ബിൽഡിംഗ് കാണിക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല, അസറ്റാണ്. മെഷീനറി കാണിക്കേണ്ട ആവശ്യമില്ല, അതും അസറ്റാണ്. അടുത്തത് പർച്ചേസ് എന്നത് ഡയറക്റ്റിൽ വരുന്നതാണ്. പർച്ചേസിൻ്റെ എമൗണ്ട് എത്ര, 1,50,000. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുക പർച്ചേസ്. നമ്മൾ എമൗണ്ട് കോൾ ചെയ്തതിന് മുമ്പ് തന്നെ പർച്ചേസ് റിട്ടേൺ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. പർച്ചേസ് റിട്ടേൺ ഒന്നും വന്നിട്ടില്ല, അഡ്ജസ്റ്റ്മെൻറ്റ്സിലും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് മാത്രം മതി. അപ്പോൾ അതിൻ്റെ ഫുൾ എമൗണ്ട് നമുക്ക് എമൗണ്ട് കോളത്തിൽ കാണിക്കാം, 1,50,000. ഓക്കെ. അടുത്ത് വരുന്നതാണ് മാനുഫാക്ചറിങ് എക്സ്പെൻസുകൾ. നോക്കാം. സാലറി എഴുതേണ്ട ആവശ്യമില്ല, ഡെറ്റേഴ്സ് എഴുതേണ്ട ആവശ്യമില്ല. മാനുഫാക്ചറിങ് എക്സ്പെൻസ് എത്രയാണ്, 45,000 ആണ് വരുന്നത്. ആ 45,000 നമ്മൾ മാനുഫാക്ചറിങ് എക്സ്പെൻസ്, എപ്പോഴും മാനുഫാക്ചറിങ് എക്സ്പെൻസ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇനി അടുത്ത് നോക്കാം. ഇവിടെ ക്യാരേജ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഇൻവേർഡ് ആണോ ഔട്ട്വേർഡ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ഇത് ക്യാരേജ് ഇൻവേർഡ് ആണെന്നും അതേപോലെ തന്നെ ഇത് എഴുതേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ടാണ്. വെറുതെ ക്യാരേജ് തന്നിട്ട് നമ്മളത് എപ്പോഴും ട്രേഡിംഗ് അക്കൗണ്ടിൽ മാത്രം കാണിച്ചാൽ മതി. ക്യാരേജിൻ്റെ എമൗണ്ട് എത്രയാണ്, 4,000 ആണ്. ക്യാരേജിന് എഴുതി 4,000 കാണിക്കാം. അടുത്തതാണ് ഫാക്ടറി എക്സ്പെൻസസ്. ഫാക്ടറി എക്സ്പെൻസ് എന്താണ്, നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ്, ഫാക്ടറി റിലേറ്റഡ് എക്സ്പെൻസ് ആണ്. 10,000 രൂപ നമ്മളത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഫാക്ടറി എക്സ്പെൻസ് എഴുതി 10,000 കാണിക്കാം. ബാഡ് ഡെപ്റ്റ്സ് നമുക്ക് ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല, അത് P&L അക്കൗണ്ടിൽ കാണിച്ചാൽ മതി. ഇൻഷുറൻസ് കാണിക്കേണ്ട ആവശ്യമില്ല. ക്യാഷ് ഇൻ ഹാൻഡ് വേണ്ട, ക്യാപിറ്റൽ വേണ്ട, ക്രെഡിറ്റർ വേണ്ട, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് വേണ്ട, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ് വേണ്ട. സെയിൽസ് വേണം. സെയിൽസ് കാണിക്കേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. ബൈ സെയിൽസിന് ചെയ്താൽ സെയിൽസിലും റിട്ടേൺസ് ഉണ്ടോ നോക്കാം. റിട്ടേൺ ഒന്നും തന്നെ, റിട്ടേണിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് സെയിൽസിന് എഴുതി സെയിലിന് എമൗണ്ട് 3,38,500 കാണിക്കാം. നമ്മൾ എന്താ എഴുതണം, എപ്പോഴും ട്രേഡിംഗ് അക്കൗണ്ട് എന്തുണ്ടാവും, ഓപ്പണിംഗ് സ്റ്റോക്ക് പോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവും. അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് എപ്പോഴും ക്ലോസിംഗ് സ്റ്റോക്ക് വരാം. ആ എമൗണ്ട് നമ്മൾ എഴുതി കാണിക്കുക. എത്ര ക്ലോസിംഗ് സ്റ്റോക്ക്, 69,000 ആണ്. ആ 69,000 താഴത്തേക്ക് എടുത്ത് എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ബാലൻസ് ചെയ്യുക. ഏറ്റവും കൂടുതൽ എമൗണ്ട് എവിടെയാണ്, ഈ ക്രെഡിറ്റ് സൈഡിലാണ്. അത് ടോട്ടൽ ആയി കിട്ടുന്നത് 4,07,500 ആണ്. അത് തന്നെ നമ്മൾ ഈ സൈഡിൽ എഴുതി വയ്ക്കുക. എന്നിട്ട് ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ എന്ന് എഴുതി നമ്മൾ ബാലൻസ് എഴുതി വയ്ക്കുക. ഈ ബാലൻസ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നേരെ P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ എഴുതി എമൗണ്ട് എത്രയാണ്, 1,46,000 ബ്രോ ഡൗൺ ചെയ്യുക. ഇനി നമ്മൾ ഓരോ ഐറ്റംസും എഴുതണം. ഫസ്റ്റ് നോക്കാം. ഇവിടെ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി കഴിഞ്ഞു. നമ്മൾ ബിൽഡിംഗ് മെഷീനറി വരില്ല, പർച്ചേസ് വരില്ല, പക്ഷേ സാലറി വരും. സാലറി സാലറി എമൗണ്ട് എത്രയാണ്, 18,000 ആണ്. എഴുതുന്ന മുമ്പ് നമുക്ക് സാലറിയുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സും വല്ലതും വരുന്നുണ്ടോ എന്ന് നോക്കണം, ചെക്ക് ചെയ്യണം. അങ്ങനെ എപ്പോഴും നമ്മൾ കൃത്യം ചെക്ക് ചെയ്ത് പോകണം. സാലറി ആയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് സാലറിയുടെ എമൗണ്ട് ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും, 18,000. ഓക്കെ. അടുത്തായിട്ട് നോക്കാം. സാലറി കഴിഞ്ഞടുത്ത് എന്താ, ഡെറ്റേഴ്സ് എഴുതേണ്ട ആവശ്യമില്ല. മാനുഫാക്ചറിങ് എക്സ്പെൻസ് നമ്മൾ എഴുതി കഴിഞ്ഞതാണ്. ക്യാരേജ് എഴുതി കഴിഞ്ഞാണ്. ഫാക്ടറി എക്സ്പെൻസ് എഴുതി കഴിഞ്ഞാണ്. പിന്നെ എന്താ പറഞ്ഞത്, ബാഡ് ഡെപ്റ്റ്സ് നമുക്ക് എഴുതാം. നമുക്കത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, ബാഡ് ഡെപ്റ്റ്സ് എഴുതാം. അത് കഴിഞ്ഞ് നമുക്ക് എന്താ ഉള്ളത്, ഇൻഷുറൻസ് ആണോ ഉള്ളത്. ഇൻഷുറൻസ് എത്ര വന്ന എമൗണ്ട്, ഇൻഷുറൻസ് എന്തായിരിക്കുന്നത് 1,500 ആണ്. ഇവിടെ 1,500 നമുക്ക് എടുത്ത് എഴുതാം. പക്ഷേ നോക്കുക, അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ വല്ലതും കൊടുത്തിട്ടുണ്ടോ, ഇൻഷുറൻസിൻ്റെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, ഇൻഷുറൻസ് അൺഎക്സ്പയർഡ് 250. ഇവിടെ പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. പ്രീപെയ്ഡ് അൺഎക്സ്പയർഡ് എന്താണ്, എക്സ്പയർ ആയിട്ടില്ല, കൊടുക്കാറായിട്ടില്ല, നമ്മൾ മുൻകൂട്ടി കൊടുത്തേക്കാണ്. പ്രീപെയ്ഡ് ആണ്, 250 പ്രീപെയ്ഡ് ആണ്. എപ്പോഴും പ്രീപെയ്ഡ് എക്സ്പെൻസുകളാണെങ്കിൽ ലെസ് ചെയ്യും. ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ കൊടുത്തിട്ടില്ല, കൊടുക്കാനുണ്ട്, അങ്ങനെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഇൻഷുറൻസിൽ നിന്ന് ഈ പറയുന്ന 250 രൂപ ലെസ് ചെയ്യണം. ഇവിടെ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് കോസ്റ്റിൽ തന്നിട്ടുള്ള എത്രയാണ്, ഇൻഷുറൻസിൻ്റെ എമൗണ്ട് നോക്കാം.
ഇൻഷുറൻസ് എമൗണ്ട് ഉള്ളത് 1500 ഇൻഷുറൻസിൻ്റെ എമൗണ്ട്. നമ്മൾ ഈ 1500 250 കുറച്ച് എഴുതണം. അപ്പോൾ ഇൻഷുറൻസ് എഴുതും 1500, അതിൽ നിന്ന് പ്രീപെയ്ഡ് ഇൻഷുറൻസ് ലെസ് ചെയ്ത് 250 ലെസ് ചെയ്ത് നമ്മൾ ആ എമൗണ്ട് ആയിരിക്കും നമ്മൾ ടോട്ടൽ എമൗണ്ട് കോളത്തിൽ കാണിക്കുക, 1250. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ബാഡ് ഡെബ്റ്റ്സിൻ്റെ സാധനം ചെയ്യാം. ബാഡ് ഡെബ്റ്റ്സ് ചെയ്യണ മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ബാഡ് ഡെബ്റ്റ്സ് ചെയ്യുന്നൊരു ഓർഡർ ഉണ്ട്. ഇവിടെ നമുക്കിവിടെ ബാഡ് ഡെബ്റ്റ്സിൻ്റെ കേസിൽ വരുന്നത് എന്തൊക്കെയാണ്, ഫർദർ ബാഡ് ഡെബ്റ്റ്സ് 1000 കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഡെറ്റേഴ്സിന് 5% പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കാണേണ്ടതാണ് പ്രൊവിഷനാണ് കാണേണ്ടത്. എങ്ങനെ നമുക്ക് പ്രൊവിഷൻ കാൽക്കുലേറ്റ് നോക്കാം. അപ്പോൾ പ്രൊവിഷൻ ആർക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്, സൺട്രി ഡെറ്റേഴ്സിന് വേണ്ടിയാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണത്. ഈ സൺട്രി ഡെറ്റേഴ്സ് വരുന്ന കാരണമാണ് ഈ പ്രൊവിഷനും ബാഡ് ഡെബ്റ്റ്സ് എല്ലാം, ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം എപ്പോഴും നമ്മൾ എഴുതുമ്പോൾ ഫസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രൊവിഷൻ ഉണ്ടെങ്കിൽ പ്രൊവിഷൻ നമ്മൾ ആദ്യം കാണിക്കേണ്ടത്. ഫസ്റ്റ് ആണ് കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രൊവിഷൻ. അപ്പോൾ നമ്മുടെ സൺട്രി ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് നമുക്ക് ആദ്യം വേണ്ടത്, അതിൻ്റെ എമൗണ്ട് എത്ര നോക്കാം. എത്ര സൺട്രി ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട്, ഡെറ്റേഴ്സ് എത്രയാണ് 51,000. ഇവിടെ ഡെറ്റേഴ്സ് എടുത്തിട്ടുണ്ടോ, ഡെറ്റേഴ്സ് അതാണ് 51,000. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സൺട്രി ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് 51,000 51,000 ആദ്യം എഴുതാം. എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ബാഡ് ഡെബ്റ്റ്സ് ഫർദർ റിട്ടേൺ ഓഫ് ചെയ്തിട്ടുണ്ട് ആസ് പെർ അഡ്ജസ്റ്റ്മെൻറ്റ്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന സൺട്രി ഡെറ്റേഴ്സിൽ കൃത്യമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ബാഡ് ഡെബ്റ്റ്സിന് ലെസ് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടേക്കും ക്വസ്റ്റ്യൻ കാണിച്ചിട്ടുണ്ടാവും. പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റ്സിലെ കാര്യങ്ങൾ സൺട്രി ഡെറ്റേഴ്സ് ആയിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഈ വരുന്ന കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, സൺട്രി ഡെറ്റേഴ്സ് നിന്ന് ബാഡ് ഡെബ്റ്റ്സ് ആസ് പെർ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം ലെസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 50,000 കിട്ടും. ഈ 50,000-ലാണ് നമ്മൾ എന്ത് കാണേണ്ടത്, ഈ ന്യൂ പ്രൊവിഷൻ കാണേണ്ടത്. ന്യൂ പ്രൊവിഷൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, 5% ആണ്. 50,000 × 5/100 = 2,500. ഇതാണ് നമ്മുടെ ന്യൂ പ്രൊവിഷൻ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്താൽ ന്യൂ പ്രൊവിഷൻ എഴുതാ 2,500. ഇനി നമ്മൾ എന്ത് ആഡ് ചെയ്യണം, എപ്പോഴും ബാഡ് ഡെബ്റ്റ്സ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ആഡ് ചെയ്തിരിക്കണം. ബാഡ് ഡെബ്റ്റ് ആസ് പെർ ട്രയൽ ബാലൻസ് ഉണ്ട്, അതേപോലെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ട്രയൽ ബാലൻസിലെ ബാഡ് ഡെബ്റ്റിൻ്റെ എമൗണ്ട് എത്ര നോക്കാം, എത്രയാണ് 2,125 ആണ്. ആ എമൗണ്ട് നമ്മൾ ആദ്യം ഇവിടെ എടുത്ത് എഴുതാം. അത് കഴിഞ്ഞിട്ട് പുതിയ ട്രയൽ ബാലൻസ് പുതിയ അഡ്ജസ്റ്റ്മെൻറ്റിലെ ബാഡ് ഡെബ്റ്റ്സ് എത്രയാണ്, അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് 1000 ആണ്. ഈ 1000 കൂടി നമ്മളെടുത്ത് എഴുതാം, രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യണം. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്, 5,625 ആണ്. ഈ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് നമ്മുടെ ഓൾഡ് പ്രൊവിഷൻ ലെസ് ചെയ്യണം. ക്വസ്റ്റ്യൻ നമുക്ക് പ്രൊവിഷൻ ഫോർ ബാഡ് തന്നിട്ടുണ്ട്, ഓൾഡ് പ്രൊവിഷൻ തന്നിട്ട് എത്രയാണ് 3,000 ആണത്. ഈ 3,000 നമ്മൾ ലെസ് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ന്യൂ പ്രൊവിഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ സൺട്രി ഡെറ്റേഴ്സിൽ നിന്ന് അഡ്ജസ്റ്റ്മെൻറ്റിൽ ബാഡ് ഡെബ്റ്റ്സ് ലെസ് ചെയ്യണം. കാരണം എന്താണ്, ഈ സൺട്രി ഡെറ്റേഴ്സ് ട്രയൽ ബാലൻസിൽ സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ട്രയൽ ബാലൻസിൻ്റെ ബാഡ് ഡെബ്റ്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും സൺട്രി ഡെറ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിലൊന്നും ഇതിനെ ബാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊവിഷൻ കാണാൻ വേണ്ടി. അപ്പോൾ ആ തന്നെ സൺട്രി ഡെറ്റേഴ്സിൻ്റെ ഒപ്പം തന്നെ ഈ പുതിയ ബാഡ് ഡെബ്റ്റ് വന്നിട്ടില്ലേ, അത് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ലെസ് ചെയ്യുക. അപ്പോൾ 50,000 കിട്ടും. ആ 50,000-ൻ്റെ ആയിരിക്കും നമ്മൾ എന്ത് കാണേണ്ടത്, 5% കാണുമ്പോൾ ന്യൂ പ്രൊവിഷൻ കിട്ടുക. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ന്യൂ പ്രൊവിഷൻ്റെ ഒപ്പം ട്രയൽ ബാലൻസിലെ ബാഡ് ഡെബ്റ്റും അതേപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റിലെ ബാഡ് ഡെബ്റ്റും കൂടി എന്ത് ചെയ്യണം, നമ്മൾ ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ട്രയൽ ബാലൻസിലുള്ള ഓൾഡ് പ്രൊവിഷൻ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്ര ആകുമ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആകും കഴിയും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 2,625 കിട്ടും. ഇനി നമുക്ക് അടുത്ത് എന്തുള്ളത്, ഇനി അടുത്ത് വരുന്നത് എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ഡ്യൂ ഈസ് 1,250. ഓവർ ഡ്രാഫ്റ്റിൽ നോക്കാം, നമ്മുടെ ഓവർ ഡ്രാഫ്റ്റിൽ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇൻട്രസ്റ്റ് നമ്മൾ നേരെ കാണിക്കുക. ഓവർ ഡ്രാഫ്റ്റിൽ ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റിന് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ എമൗണ്ട് 1,250 കാണിക്കുക. പിന്നെ അടുത്ത് വരുന്നത് എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പ്രൊവൈഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5%. ക്യാപിറ്റലിലാണ് 5% ഇൻട്രസ്റ്റ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ക്യാപിറ്റൽ എമൗണ്ട് എത്ര നോക്കണം. ഇവിടെ നോക്കാം, ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ എമൗണ്ട് എത്രയാണ്, 90,000 ആണ് ക്യാപിറ്റൽ എമൗണ്ട്. ഈ 90,000-ൻ്റെ എത്ര ശതമാനമാണ്, 5% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ 90,000 × 5% ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 4,500 കിട്ടും. ആ 4,500 നമ്മളിവിടെ കാണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പിന്നെ വേറെ എന്തൊക്കെ ഐറ്റംസ് നോക്കാം. ഇവിടെ നോക്ക്, ഐറ്റംസ് നോക്കാം. ബാഡ് ഡെബ്റ്റ്സ് കാണിച്ചു കഴിഞ്ഞു, ഇൻഷുറൻസ് കാണിച്ചു കഴിഞ്ഞു, ക്യാഷ് ഇൻ ഹാൻഡ് കാണിക്കേണ്ട, ക്യാപിറ്റൽ കാണിക്കേണ്ട, ക്രെഡിറ്റർ കാണിക്കേണ്ട, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് നമ്മൾ കാണിച്ചു കഴിഞ്ഞു, അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ കാണിച്ചു കഴിഞ്ഞാണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ലോൺ നമ്മുടെ ഇത് വരേണ്ടത് ലയബിലിറ്റി സൈഡിലാണ് കേട്ടോ.
പിന്നെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് കാണിച്ചു കഴിഞ്ഞു, സെയിൽ കാണിച്ചു കഴിഞ്ഞു, ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് ഉണ്ട് 1000. ബാഡ് ഡെപ്റ്റ്സ് എന്ന സാധനം നമ്മൾ എഴുതുന്നത് ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് ചെയ്തിട്ടുണ്ട് P&L അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ ഇവിടെ ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കുക 1000 രൂപ. അപ്പോൾ എല്ലാ ഐറ്റംസും നമ്മൾ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. നമ്മൾ എന്ത് കഴിഞ്ഞു ഇനി നമ്മളിതിൻ്റെ ബാലൻസ് നോക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ഈ സൈഡിലാണ്, ഈ സൈഡിലാണ് കൂടുതൽ വരുന്നത് 1,47,000 കിട്ടുന്നത്. ഇപ്പോഴത്തെ സൈഡിൽ നോക്കുമ്പോൾ അത് ടാലി ആക്കുമ്പോൾ നമുക്ക് ഇവിടെ കുറവ് വരുന്നത് 1,19,375 ഇത് നമ്മൾ എന്താ വിളിക്കുന്നത്, നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്നാണ് വിളിക്കുന്നത്. ഈ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ബാലൻസ് ഷീറ്റിലേക്ക് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കണം. നെറ്റ് പ്രോഫിറ്റിൻ്റെ ക്യാപിറ്റലിൻ്റെ ഒപ്പം നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്താണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് എന്താണ്, ലയബിലിറ്റി എമൗണ്ട്, അസറ്റ് എമൗണ്ട്. ആദ്യം ലയബിലിറ്റി നമ്മൾ എന്ത് കാണിക്കണം, തന്നെയാണ് ക്യാപിറ്റൽ കാണിക്കുക. ക്യാപിറ്റൽ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എത്രയാണ് ക്യാപിറ്റൽ തന്നിട്ടുള്ളത്, 90,000 ആണ് ക്യാപിറ്റൽ. ഈ ക്യാപിറ്റൽ നമ്മൾ എന്ത് ആഡ് ചെയ്യണം, നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ക്യാപിറ്റൽ ചെയ്താൽ അതിൻ്റെ ഒപ്പം ആഡ് നെറ്റ് പ്രോഫിറ്റ് കാണിക്കുക. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ അഡീഷണൽ എന്തെന്നുണ്ട്, ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കൂടി നമ്മളിവിടെ കാണിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കൂടിയും ആഡ് ചെയ്യുക. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മുടെ ഈ ലൈബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിൻ്റെ ഒപ്പം ആഡ് ചെയ്യുക. അപ്പോൾ ക്യാപിറ്റലിനൊപ്പം നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തു, അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഡ് ചെയ്തു. ഇനി ഈ കിട്ടിയ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ക്വസ്റ്റ്യനിൽ ഡ്രോയിങ്സ് ഉണ്ടോ എന്ന് നോക്കാം. ഡ്രോയിങ്സ് ഉണ്ടോ ക്വസ്റ്റ്യനിൽ, ഡ്രോയിങ്സ് തന്നിട്ടുണ്ടോ നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡ്രോയിങ്സ് കൊടുത്തിട്ടില്ല, നമുക്ക് അതുകൊണ്ട് ഡ്രോയിങ്സ് ലെസ് ചെയ്യാനൊന്നുമില്ല. പിന്നെ നമുക്ക് എന്താ ഉള്ളത്, പിന്നെ നമ്മുടെ ലൈബിലിറ്റീസ് നോക്കാം. അതിൽ ഇവിടെ എന്തോ വന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സ് എന്നുണ്ട്. ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് എത്രയാണ്, 43,500. ക്രെഡിറ്റേഴ്സിനെ കാണിക്കുക 43,500. പിന്നെ എന്തോന്നുണ്ട്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട് 20,000. അത് നമ്മുടെ ലൈബിലിറ്റി ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കാണിക്കുമ്പോൾ ഇവിടെ എന്തുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ഡ്യൂ ഉണ്ട് 1250. അതും കൂടി നമ്മൾ കാണിക്കണം. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് അതും കാണിക്കും 20,000. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് കാണിക്കാം. ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് 1250. ഔട്ട്സ്റ്റാൻഡിംഗ് ആയതുകൊണ്ടാണ് നമ്മൾ ലൈബിലിറ്റി സൈഡിൽ കാണിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് ലൈബിലിറ്റി സൈഡിലുള്ളത്. ഇനി അസറ്റ് സൈഡിൽ എന്തൊക്കെ വരും, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് ഒക്കെ വരും. ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ടോ നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട് 1875. ക്യാഷ് അറ്റ് ബാങ്ക് ഇല്ല, അപ്പോൾ എഴുതണ്ട. അപ്പോൾ 1875 നമ്മൾ ആദ്യം തന്നെ ഇവിടെ കാണിക്കുക. പിന്നെന്താണ്, പിന്നെ നമ്മുടെ ഡെറ്റേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് എത്രയാണ് വന്നിട്ടുള്ളത്, ഡെറ്റ് എമൗണ്ട് വന്നിട്ടുള്ള 51,000 ആണ്. 51,000 ആദ്യം തന്നെ നമ്മൾ കാണിക്കുക. നമ്മൾ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള 1000 ആ ബാഡ് ഡെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അത് ലെസ് ചെയ്ത് കാണിക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 50,000 വരും. ഈ 50,000 നമ്മുടെ ന്യൂ പ്രൊവിഷൻ കൂടി ലെസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, ഡെറ്ററിൻ്റെ എമൗണ്ട് ആദ്യത്തെ ഏതാ, ആ എമൗണ്ടിൽ നിന്ന് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിലെ ബാഡ് ഡെപ്റ്റ് മാത്രം ലെസ് ചെയ്യുക. ആ എമൗണ്ടിൽ നിന്ന് നമ്മളുടെ പുതിയ പ്രൊവിഷനും ലെസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നത് 47,500 ആണ് നമ്മുടെ ബാഡ് ഡെപ്റ്റിൻ്റെ ഇപ്പോഴത്തെ പുതിയ എമൗണ്ട്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് 69,000. ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അസറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. പിന്നെ പ്രീപെയ്ഡ് ഇൻഷുറൻസ് ഉണ്ട്, അത് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒന്നാണ്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് 250 നമുക്ക് അസറ്റാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നെങ്കിൽ നമ്മൾ ലൈബിലിറ്റിയിൽ എഴുതിയതിനെ, പ്രീപെയ്ഡ് ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കും 250 നമ്മൾ അസറ്റ് സൈഡിൽ കാണിച്ചു, അതും കാണിച്ചു. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഫിക്സ്ഡ് അസറ്റുകൾ ഏതൊക്കെയാണ്, മെഷീനറി, പിന്നെ ബിൽഡിങ്, രണ്ടല്ലേ ഉള്ളൂ, മെഷീനറിയും ബിൽഡിങ്ങും മാത്രമേ ഉള്ളൂ. ആ മെഷീനറിയും ബിൽഡിങ്ങും നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കാണിക്കുക 1,60,000. ഇത്ര എഴുതിയിട്ട് നമ്മുടെ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ബാലൻസ് ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യണം, ടാലി ആയിരിക്കണം. ടാലി ആയാലും നമ്മുടെ കണക്ക് ശരിയാവുള്ളൂ. രണ്ട് സൈഡും ലൈബിലിറ്റി സൈഡ് നോക്കുമ്പോഴും അസറ്റ് സൈഡ് നോക്കുമ്പോൾ നമുക്കത് ടാലിയെ കിട്ടണം. ഇതാണ് നമ്മുടെ ഒരു ബേസ് ആയിട്ടുള്ള പ്രോബ്ലം ആണത്. ബേസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം മിക്ക ക്വസ്റ്റ്യൻ പേപ്പർ വരാറുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. എന്നാൽ എളുപ്പമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഇതല്ലാണ്ട് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഇവിടെ എഴുതാറില്ല, നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരാണെങ്കിൽ നമ്മൾ ഇവിടെ കാണിക്കും. അത് നമ്മൾ നമ്മുടെ P&L അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാണിക്കാം അല്ലേ. എന്നാൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് നമ്മൾ കാണിക്കേണ്ടത് എവിടെയാണ്, നമ്മുടെ P&L അക്കൗണ്ടിൻ്റെ എപ്പോഴും ക്രെഡിറ്റ് സൈഡിലേക്ക് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണിക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ അത് അസറ്റ് നമ്മുടെ ബാലൻസ് ഷീറ്റ് വരികയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലൊപ്പം ആഡ് ചെയ്യും. ഡ്രോയിങ്സ് ലെസ് അല്ല ചെയ്യാറുള്ളത്, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്തിരിക്കണം. ക്ലിയർ ആയാലും അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരാണെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ ഡെബിറ്റ് സൈഡിലേക്കും P&L അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലേക്കും കാണിക്കുക ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് കാണിക്കേണ്ടത് P&L അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ്. ഇനി അത് ബാലൻസ് ഷീറ്റിലേക്ക് വരികയാണെങ്കിൽ എന്താണ്, ക്യാപിറ്റലിനൊപ്പം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഡ് ചെയ്യണം, ഡ്രോയിങ്സിൻ്റെ ഒപ്പം തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ലെസ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഈ ഇൻഷുറൻസ് കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള. അതിന് 3 കേസുകൾ ഞാൻ ഡിസ്കസ് ചെയ്ത് തരാം. ഒന്നാമത്തേതാണ്
On 20th March 2018, a fire broke out in the godown and good costing 3000 were lost. നമ്മുടെ കമ്പനിയുടെ ഗോഡൗണിൽ ഫയർ മൂലം 3000 രൂപയുടെ ഗുഡ്സ് നഷ്ടപ്പെട്ടു. ഫോർ വിച്ച് നത്തിങ് കുഡ് ബി റിക്കവേർഡ് ഫ്രം ദ ഇൻഷുറൻസ് കമ്പനി. പക്ഷേ എന്ത് കിട്ടിയില്ല, ഒന്നും തന്നെ നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും കിട്ടിയില്ല. ഇങ്ങനത്തെ ഒരു കേസാണ് നമ്മൾ എവിടേക്കും ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഈ ഒരു എൻട്രി നമ്മൾ എവിടെയൊക്കെ റെക്കോർഡ് ചെയ്ത് നോക്കാം. ഒന്നും തന്നെ ഇൻഷുറൻസ് കമ്പനിയിൽ നമുക്കൊന്നും തന്നെ റിക്കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ അബ്നോർമൽ ലോസ് എന്നാണ് പറയുന്നത്. ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നമുക്കൊന്നും കിട്ടിയില്ലല്ലോ, അപ്പോൾ നമുക്കത് ലോസ് ആവുന്നത്. അപ്പോൾ അങ്ങനെ വിളിക്കുന്നത് തന്നെ അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ എമൗണ്ട്, എത്ര എമൗണ്ടാണ് വന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 3000 ആണ് നഷ്ടപ്പെട്ടത്. ഈ 3000 നമ്മൾ എവിടെ കാണിക്കണം, ശ്രദ്ധിച്ച് നോക്കാം. ട്രേഡിംഗ് ആൻഡ് PL അക്കൗണ്ടിൽ നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ, നമ്മുടെ ഈ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. ക്ലോസിംഗ് സ്റ്റോക്കിന് അടിയിലായിട്ട് അബ്നോർമൽ ലോസ് നിധി 3000 കാണിക്കണം. ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ 2 സ്ഥലത്ത് കാണിക്കണം എന്ന് പറഞ്ഞിട്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം, അബ്നോർമൽ ലോസ് ഇവിടെയും കാണിക്കണം, അതേപോലെ തന്നെ നേരെ ഇത് ഓപ്പോസിറ്റ് കാണിക്കുക. PL അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം അബ്നോർമൽ ലോസ് നിധി 3000. അപ്പോൾ എന്താണ്, നമ്മുടെ ഈ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഒന്നും തന്നെ റിക്കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലും PL അക്കൗണ്ടിലാണ് അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ ഈ ജേർണൽ എൻട്രി എന്ത് വിളിക്കും, അബ്നോർമൽ ലോസ് എന്ന് പറയും. അപ്പോൾ എവിടെ കാണിക്കണം, ആദ്യം തന്നെ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക 3000, അതേ എമൗണ്ട് നമ്മൾ അബ്നോർമൽ ലോസ് എന്ന പേര് തന്നെ PL അക്കൗണ്ടിലും കാണിക്കണം. ഇതാണ് ഫസ്റ്റ് കേസ്. ഇനി അടുത്ത കേസാണ് എ ഫയർ ബ്രോക്ക് ഔട്ട് ഇൻ ഗോഡൗൺ ആൻഡ് ഗുഡ് കോസ്റ്റിംഗ് 5000 were lost. ഇവിടെ 5000 രൂപ നഷ്ടപ്പെട്ടത്, ഗുഡ്സിൻ്റെ അത്ര രൂപ നഷ്ടപ്പെട്ടത്. ദീസ് ഗുഡ്സ് വർ ഇൻഷുർഡ് ആൻഡ് ഇൻഷുറൻസ് കമ്പനി അഡ്മിറ്റഡ് ദ ക്ലെയിം ഇൻ ഫുൾ. ഇവിടെ ഇൻഷുറൻസ് കമ്പനി അത് ഇൻഷുർ ചെയ്തിട്ടുണ്ടായി, അതുപോലെ തന്നെ നമുക്കിവിടെ ക്ലെയിം കിട്ടുകയും ചെയ്തു, ഫുള്ളായിട്ട് ക്ലെയിം കിട്ടുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ജേർണൽ എൻട്രി എവിടെ കാണിക്കണം നോക്കാം. ഇങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ കാണിക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിച്ചിരിക്കണം. എന്ത് പറഞ്ഞിട്ട്, ഇവിടെ നമുക്ക് അബ്നോർമൽ ലോസ് ഇല്ല, ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുത്തു. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞാൽ 5000 കാണിക്കണം. പക്ഷേ അത് നമ്മൾ PL അക്കൗണ്ടിൽ കാണിക്കില്ല, പകരം നമ്മൾ എവിടെ കാണിക്കും, ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റ് സൈഡിൽ ഡ്യൂ ഫ്രം ഇൻഷുറൻസ് കമ്പനി കിട്ടിയല്ലോ, കാശ് കിട്ടിയല്ലോ, നമുക്ക് അസറ്റായിട്ട് നമ്മൾ അതിനെ 5000 നമ്മൾ കാണിക്കാം. അപ്പോൾ നമുക്ക് ലോസ് വന്നു, ആ ലോസ് ഇൻഷുറൻസ് കമ്പനി നമ്മുടെ ക്ലെയിം ഫുള്ളായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞാൽ ആ എമൗണ്ട് കാണിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതേ എമൗണ്ടിന് ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ നമ്മളിവിടെ എന്ത് ഡ്യൂ ഫ്രം ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞാൽ ആ എമൗണ്ട് കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് വണ്ണിൽ ഇൻഷുറൻസ് കമ്പനി എടുത്തേ ഇല്ല, നമുക്കൊന്നും തന്നെ കിട്ടിയില്ല എന്നാണെങ്കിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലും PL അക്കൗണ്ടിലും കാണിക്കുക. നമുക്ക് വന്ന നഷ്ടം ഇൻഷുറൻസ് കമ്പനി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും കാണിക്കുക. ഇനി അടുത്ത ടൈപ്പാണ് എ ഫയർ ബ്രോക്ക് ഔട്ട് ആൻഡ് ഗുഡ്സ് കൺസിസ്റ്റിംഗ് ഓഫ് 3000 were lost. 3000 ഇവിടെ ഗുഡ്സ് നഷ്ടപ്പെട്ടത്. ദീസ് ഗുഡ്സ് വർ ഇൻഷുർഡ്, ഈ ഗുഡ്സ് എല്ലാം ഇൻഷുർ ചെയ്തിട്ടുണ്ടായി. പക്ഷേ ബട്ട് ദ ഇൻഷുറൻസ് കമ്പനി അഡ്മിറ്റഡ് എ ക്ലെയിം ഓഫ് 2000 ഉള്ളി. എന്നാണ് ഇവിടെ ഇൻഷുറൻസ് കമ്പനി നമുക്ക് 2000 ഇവിടെ ക്ലെയിം മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ 3000 നഷ്ടപ്പെട്ടു, 2000 ക്ലെയിം ചെയ്തിട്ടുള്ളൂ, ബാക്കി 1000 ക്ലെയിം കിട്ടിയില്ല. ബാക്കി 1000 എന്താണ്, അബ്നോർമൽ ലോസായി മാറിയേക്കാണ് ബാക്കി 1000. അപ്പോൾ അതെങ്ങനെ കാണിക്കും നോക്കാം. നമ്മൾ ആദ്യം എന്ത് ചെയ്തിരിക്കണം, നമുക്കിവിടെ 2 കാര്യങ്ങളുണ്ട്. ഇൻഷുറൻസ് കമ്പനിയും വരും, അബ്നോർമൽ ലോസും വരും. കാരണം ഇൻഷുറൻസ് കമ്പനി ക്ലെയിം ഏറ്റെടുത്തിട്ടുണ്ട് 2000 രൂപയുടെ ഫുള്ള്, 2000 രൂപ കിട്ടി, ബാക്കി 1000 രൂപ എന്താണ് അബ്നോർമൽ ലോസ് ആയിട്ട് കാണിക്കാം. കാരണം ടോട്ടൽ ലോസ് 3000 വന്നു, അതിൽ 2000 ഇൻഷുറൻസ് കമ്പനി എടുത്തു, ബാക്കി 1000 നമുക്ക് ലോസ് വന്നാണ്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞാൽ 2000 കാണിക്കാം, ബാക്കി ലോസിന് അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ 1000 കാണിക്കാം. അബ്നോർമൽ ലോസ് എവിടെ കാണിക്കില്ല, നമ്മൾ എപ്പോഴും അബ്നോർമൽ ലോസ് കാണിക്കുന്നത് P&L അക്കൗണ്ടിലാണ് കാണിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തന്നെ അബ്നോർമൽ ലോസ് 1000 ഇവിടെ P&L അക്കൗണ്ടിൽ കാണിക്കുക. ബാക്കി 2000 എവിടെ കാണിക്കുന്നത്, നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് ഇൻഷുറൻസ് കമ്പനി കാണിക്കാറുള്ളത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ഡ്യൂ ഫ്രം ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബാലൻസ് ഷീറ്റിൽ 2000 കാണിക്കുക. ഈ 3 കേസുകളാണ് നമ്മുടെ ഇൻഷുറൻസ് ആയിട്ട് ബന്ധപ്പെട്ട് വരാറുള്ളത്. ഇതിൽ ഒരെണ്ണെങ്കിലും മിനിമം വരാറുണ്ട്. സിമ്പിളാണ്. ഓക്കെ, കിട്ടിയല്ലോ. ഈ നെക്സ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് ഫൗണ്ട് അണ്ടർകാസ്റ്റ് ബൈ 2000. ക്ലോസിംഗ് സ്റ്റോക്കിൽ അണ്ടർകാസ്റ്റ് ഉണ്ട് 2000 എന്ന് പറയുന്ന എൻട്രി അല്ലെങ്കിൽ എന്താണ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ഒപ്പം ഈ പറയുന്ന അണ്ടർകാസ്റ്റ് എത്രയാണ്, 2000 ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് ഒപ്പം ഈ അണ്ടർകാസ്റ്റ് എന്നത് ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി ട്രേഡിംഗ് അക്കൗണ്ടിലെ എമൗണ്ട് കാണിക്കാൻ. എന്നിട്ട് ആ 2000 നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിനൊപ്പം ആഡ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് ഫൗണ്ട് അണ്ടർകാസ്റ്റ് ബൈ 2000 ഇങ്ങനെ ഒരു ജേർണൽ വന്ന് നമ്മൾ എന്ത് ചെയ്യണം, തന്നെ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ഒപ്പം നമ്മൾ ആദ്യം തന്നെ അത് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ വന്നിട്ട്
ക്യാപിറ്റലിനൊപ്പം ആ എമൗണ്ട് 2000 രൂപ ആഡ് ചെയ്ത് നമ്മൾ കാണിക്കണം. ഓക്കെ, ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നത് നമുക്ക് ഒരുവിധം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ന്യൂ പ്രൊവിഷൻസിൻ്റെയും ബാഡ് ഡെപ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റും ആ കാര്യങ്ങൾ കൃത്യം നോക്കാതെ എല്ലാ ക്വസ്റ്റിലും ഉണ്ടാവും. അതേപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് എപ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റിൽ ഉണ്ടാവുള്ളൂ. ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതാൻ മറക്കരുത്. അഡ്ജസ്റ്റ്മെൻറ്റ് കൃത്യം വായിച്ചു നോക്കുക. സാലറി, വേജസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഔട്ട്സ്റ്റാൻഡിംഗ് ഒക്കെ വരും. ഔട്ട്സ്റ്റാൻഡിംഗ് വരാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ സാലറിയിൽ ഔട്ട്സ്റ്റാൻഡിംഗ് വരാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ സാലറിയുടെ ഒപ്പം ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്ന് തന്നെ ആഡ് ചെയ്ത് കാണിക്കുക. സാലറിയുടെ ഒപ്പം ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ഒന്ന് കാണിക്കാം. ഇനിയിപ്പോൾ അത് ഔട്ട്സ്റ്റാൻഡിംഗ് അല്ല, പ്രീപെയ്ഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? സാലറിയുടെ ഒപ്പം പ്രീപെയ്ഡ് സാലറി P&L അക്കൗണ്ടിൽ ലെസ് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ അസറ്റ് സൈഡിൽ വന്നിട്ട് നമ്മൾ പ്രീപെയ്ഡ് സാലറി എന്ന് പറഞ്ഞാൽ കാണിക്കുക. ഈ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് വരാറുണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ വേജസ് ആൻഡ് സാലറി. വേജസ് ആൻഡ് സാലറി 2000 ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് എവിടെ കാണിക്കണം? വേജസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കും. സാലറി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? P&L കാണിക്കും. അപ്പോൾ വേജസ് ആൻഡ് സാലറി എന്ന് പറയുകയാണെങ്കിൽ ആദ്യം കിടക്കുന്ന വേജസ് ആണെങ്കിൽ വേജസ് നമ്മൾ എന്ത് ചെയ്യാം? ട്രേഡിംഗ് അക്കൗണ്ടാണ് ആ ഫുൾ സാധനം കാണിക്കുന്നത്. വേജസ് ആൻഡ് സാലറി 2000 ആണെങ്കിൽ വേജസ് എന്ന് പറഞ്ഞിട്ട് അതിനെ 2000 കാണിക്കുക. ഇനി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് സാലറി ആൻഡ് വേജസ് എന്നാണെങ്കിൽ സാലറി ആദ്യം കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ P&L അക്കൗണ്ടിലായിരിക്കണം അത് കാണിക്കേണ്ടത്. അത് മറന്നു പോകരുത്. ക്യാരേജ് ഇൻവേർഡ് ഉണ്ട്, ക്യാരേജ് ഔട്ട്വേർഡ് ഉണ്ട്. ഇൻവേർഡ് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലും ഔട്ട്വേർഡ് ആണെങ്കിൽ P&L അക്കൗണ്ടും. വെറും ക്യാരേജ് തന്നേക്കാണെങ്കിൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ തന്നെ കാണിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചാൽ നല്ല രീതിയിൽ നമുക്ക് ഈ ആൻസർ അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കപ്പോൾ ഇപ്പോൾ ഇതിലൂടെ നമ്മൾ ഒരു വൈൻഡപ്പ് ആക്കാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഫുൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതോ വീഡിയോ യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.